ഇന്ന് ഐക്യഞായർ. നമ്മുടെ ചിന്താവിഷയം മുന്തിരിവള്ളിയും ശാഖകളും എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള ചില വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. യേശു ഇവിടെ ഒരു ഉപമ പ്രസ്താവിക്കുന്നു. ഈ ഉപമയുടെ ലക്ഷ്യം ശിഷ്യന്മാരിൽ അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്ന ആളുകൾക്കുണ്ടാകേണ്ടിയ ഐക്യതയാണ്. അവർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ ഈ ഒരു ഭാഗം കാണിച്ചു തരുന്നുണ്ട്. ഈ ഉപമയിൽ യേശുവിനെ മുന്തിരി വള്ളിയായി, ശിഷ്യന്മാരെ ശാഖകൾ അല്ലെങ്കിൽ കൊമ്പുകളായും നാം കാണുന്നു. പിതാവായിട്ടുള്ള ദൈവത്തെ തോട്ടക്കാരൻ അല്ലെങ്കിൽ ഈ മുന്തിരിവള്ളിയെയും തുടർന്ന് അതിലെ കൊമ്പുകളെയും ശാഖകളെയും എല്ലാം പരിചരിക്കുകയും അത് വൃത്തിയാക്കുകയും അതിൽ നിന്ന് ബലമുളവാകുവാൻ പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നു. സഭ ഐക്യത്തിലെ പ്രഥമ മാതൃകയാണ് ദക്ഷിണേന്ത്യ സഭ. വിവിധ പാരമ്പര്യങ്ങൾ CSI സഭയായിട്ട് രൂപീകരിക്കപ്പെട്ടപ്പോൾ ഒന്നായിത്തീർന്നു. സഭ ഐക്യത്തിലെ പുളിമാവ് എന്ന് അറിയപ്പെടുന്നു. എല്ലാവരും ഒന്നായിത്തീരണം എന്നുള്ളതാണ് നമ്മുടെ ആപ്തവാക്യം. ഐക്യതയാണ് സ്വർഗരാജ്യത്തേക്കുള്ള മാർഗങ്ങളിൽ ഒന്ന്. ഐക്യതയില്ലാതെ നമുക്ക് കർത്താവിനെ കാണുവാൻ സാധ്യമല്ല. നിത്യജീവനെ നമുക്ക് നിലനിർത്തുവാൻ സാധ്യമല്ല. സ്വർഗരാജ്യം അവകാശമാക്കുവാൻ സാധ്യമല്ല. 2 ചിന്തകൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഉപമയിൽ 2 വിധത്തിലുള്ള കൊമ്പുകളെ നമ്മൾ കാണുന്നു. ഒന്ന്, കായ്ക്കുന്ന കൊമ്പുകൾ. കായ്ക്കുന്ന കൊമ്പുകളും കായ്ക്കാത്ത അല്ലെങ്കിൽ ഫലമുളവാക്കാത്ത കൊമ്പുകളും. കായ്ക്കുന്ന കൊമ്പുകൾ നമുക്കറിയാം ക്രിസ്തുവിൽ നിന്നാണ് തീർച്ചയായിട്ടും അതിൻ്റെ പോഷകം വലിച്ചെടുക്കുന്നതും. ക്രിസ്തു എന്ത് നൽകുന്നുവോ അതാണ് ഫലമായി പുറപ്പെടുവിക്കുന്നതും. ക്രിസ്തുവിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ വിശ്വാസിക്ക് ക്രിസ്തു ഇല്ലാതെ ഫലം കായ്ക്കുവാൻ സാധ്യമല്ല എന്ന് യേശു തന്നെ പറയുന്നു. അതുകൊണ്ട് യേശു പറയുന്നത്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമായി കായ്ക്കുവാനായിട്ട് സാധ്യമല്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ കൊമ്പുകളെ കർത്താവ് ചെത്തി വെടിപ്പാക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. തോട്ടക്കാരൻ ചെത്തി വെടിപ്പാക്കുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഫലമുളവാകേണ്ടതിന് ചില കേടായ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കുന്നു. കേടുള്ള ഭാഗം ചെത്തി വൃത്തിയാക്കുന്നു. അധിക ഫലം കായ്ക്കുവാനായിട്ട് ഇത് ചെയ്യുക. അപ്പോൾ ഒരു വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. ഈ വേദന ഒരു നന്മയ്ക്കായിട്ട് തീരുകയാണ്. കേടുള്ള ഭാഗം വൃത്തിയാക്കുമ്പോൾ ആ വേദന കൊമ്പുകളും മുന്തിരിവള്ളിയും ഒരുപോലെ അനുഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്, കായ്ക്കുന്ന കൊമ്പുകളെക്കുറിച്ചാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കായ്ക്കാത്ത കൊമ്പുകൾ. കായ്ക്കാത്ത കൊമ്പുകൾക്ക് എന്ത് സംഭവിക്കുന്നു? കായ്ക്കാത്ത കൊമ്പുകൾക്ക് ക്രിസ്തുവിനെ
അറിയുവാൻ അല്ലെങ്കിൽ ക്രിസ്തു ആഗ്രഹിക്കുന്ന ഫലം ഉളവാക്കുവാൻ സാധിക്കാതെ വരുന്നു. അത് വെട്ടി എറിഞ്ഞു കളയുന്നു. അവയെല്ലാം കൂട്ടി തീയിട്ട് ചാമ്പലാക്കുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് നിത്യജീവനാകുന്ന രക്ഷയും ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവർക്ക് നിത്യശിക്ഷാവിധിയും ദൈവം കൽപ്പിക്കുന്നു. ആത്മാവിൻ്റെ ഫലം എന്ന് നമ്മൾ പുതിയ നിയമഭാഗത്ത് കാണും. എന്താണ് ആത്മാവിൻ്റെ ഫലം? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഒരു മുന്തിരിക്കുലയിൽ 7 മുന്തിരിങ്ങകൾ പോലെ ഫലമായിരിക്കുമെങ്കിൽ മറ്റനേക ഗുണങ്ങൾ കൂടി കൂടിച്ചേരുന്ന, അല്ലെങ്കിൽ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് അനേക ഗുണങ്ങൾ കൂടിച്ചേരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിൽ വസിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുവാൻ കർത്താവ് നമ്മളോട് പറയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, മുന്തിരി വള്ളിയിൽ കൊമ്പുകളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അന്യരല്ല. ഒരു മുന്തിരിവള്ളിയിൽ വിവിധ കൊമ്പുകളായി വിവിധ ഗുണങ്ങളെ, ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി തീരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ഐക്യതയുടെ ഫലമായിട്ട് ഐക്യതയോടുകൂടി മുന്നേറുവാനായിട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഈ ഐക്യഞായർ നൽകിയ വചനത്തിനായി സ്തോത്രം. കർത്താവേ, സ്വർഗരാജ്യത്തേക്കുള്ള യാത്രയിൽ ഐക്യതയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഈ വചനങ്ങളെ ഞങ്ങളിൽ ജീവൻ വയ്ക്കുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.